പ്രത്യേകിച്ച് ഇത്ര ചെറിയൊരു ചിത്രത്തിൽ സാധാരണ നിലയ്ക്ക് മലയാള സിനിമയിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്സ് സംസാരിച്ചു, ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് സംസാരിച്ചിട്ടുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിബറ്റിൽ നടത്തുന്ന അധിനിവേശത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലെ CPM-ന് ഒരുപക്ഷെ അവർക്ക് ഏൽക്കുന്ന ഒരു കല്ലേറ് കൂടി, ചെറിയൊരു കല്ലേറ് കൂടി പടത്തിൽ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. വൺ ടൈം വാച്ച് എന്നല്ല ഞാൻ പറയുക, തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട നല്ലൊരു ഫീൽ ഗുഡ് മൂവി. രസമായിട്ടുണ്ട്, ധ്യാൻ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, കൊള്ളാം. അല്ല, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സിനിമയെക്കുറിച്ച് ആ ഒരു പെർസ്പെക്റ്റീവിൽ ആരും സംസാരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമ കൃത്യമായിട്ടും ടിബറ്റിൽ ചൈന നടത്തുന്ന അധിനിവേശത്തെക്കുറിച്ചും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അത്തരത്തിലുള്ള ഒരു പരാമർശം മലയാളത്തിൽ ആരും നടത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ധൈര്യം കാണിച്ച് ഇതിൻ്റെ സിനിമയുടെ പിന്നണി പ്രവർത്തകരെ അഭിനന്ദിക്കുക. അതല്ല, ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ ധാരാളമായി വാചാരമായി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കാപട്യം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിബറ്റിലെ ജനതയെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു സൂചന ഈ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് എന്നതാണ്. അതൊരു ഞാനൊരു സ്പോയിലറായിട്ട് പറയുകയല്ല, പക്ഷേ തീർച്ചയായിട്ടും ആ വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണേണ്ട സിനിമയാണെന്ന് ഞാൻ കരുതുകയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ചീന ട്രോഫി കണ്ടു. ഒരു മികച്ചൊരു ഫാമിലി എൻ്റർടൈനറാണ്. ഒരു ചൈനക്കാരുടെ സംഭവങ്ങളും നാട്ടുപുറത്തോ സംഭവങ്ങളും ആസ്തമാക്കിയ ഒരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഫാമിലിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ സാധാരണക്കാരനായിട്ട് രാജേഷ് എന്ന കഥാപാത്രമാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തിരിക്കുന്നത്. ഒരു ഷെഫായിട്ടാണ് ശരിക്കും കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ത്രില്ലറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു കോമഡി സിനിമയാണ്. അപ്പോൾ കാണണം. റേറ്റിംഗ് 5/4.